ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോ പറഞ്ഞെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് തബ്നെയിൽ കാണുമ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. ഞാനും പോയിനും ഗൈസ് കാസർഗോഡ് ഫ്ലീ നോക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ അവിടെ എത്തിയ ഒരു 4:30 എല്ലാം ഞാനും എത്തിന്. എന്താ പറഞ്ഞെങ്കിൽ 3 days ഫ്ലീ ഉണ്ടായത്. ബട്ട് ലാസ്റ്റ് ഡേ ആണ് ഹനാൻ ഷബീർ എന്ന് പറഞ്ഞത്. സോ എന്തായെങ്കിലും റഷ് ഉണ്ടാവും, നല്ല ഉറപ്പുണ്ടായിന്. അതുകൊണ്ട് ഒരു 4:30 ആകുമ്പോൾ ഞങ്ങളും പോയി അടുത്തേക്ക്. അവിടെ എത്തിയിട്ട് കൗണ്ടറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കാണ് നല്ല റഷ് ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ ഓൺലൈൻ ഓൾറെഡി ടിക്കറ്റ് ബുക്കാക്കിയോണ്ട് ഞങ്ങൾ നേരെ തന്നെ ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഉള്ളിൽ അത്ര വലിയ ആൾക്കാരുണ്ടായിട്ടാ. ഓക്കെ ഉണ്ടായി. ഫസ്റ്റ് നടക്കാല്ല വരുന്നുണ്ടായി. സഫ എങ്ങനെയുണ്ട് ഉള്ളിൽ വന്നോ? എന്തില്ല ഉള്ളിലായിരുന്നു അല്ലേ? പുറത്തുനിന്ന് എന്തെല്ലാം പ്രതീക്ഷിച്ചു? പുറത്ത് കുറേ ആൾക്കാർ ഞാൻ പുറത്ത് നല്ലോണം റഷ് ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ട് ഉള്ളിൽ. ഇപ്പോൾ തന്നെ പുറത്തുള്ള ആൾക്കാരെ ക്യൂ കാണുമ്പോൾ. ബട്ട് ഉള്ളിൽ കയറുമ്പോൾ അത്ര ഇതുണ്ടായിട്ട്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ നിരീച്ച സ്റ്റോൾസ് മറ്റേ അങ്ക് പാണ്ട് അങ്ങനത്തെ സാധനമെല്ലാം എടുക്കുന്നു. അങ്ക് പാണ്ട് അങ്ങനത്തെ സാധനമൊന്നുമല്ല, എന്തെല്ലോ ഉണ്ടായിനി. ഞാൻ ഓരോരോ സ്റ്റോളായിട്ട് വിസിറ്റ് ആക്കാനൊന്നും പോയിട്ടാ. എന്താ പറഞ്ഞെങ്കിൽ എല്ലാ സ്റ്റോളിനടുത്ത് കുറച്ച് ആൾക്കാരുണ്ടായിന്. അപ്പോൾ പിന്നെ തിക്കി പോകുന്നതിനാട്ടിയും ആവുമല്ലോ ഗൈസ് അവിടെ മുണ്ടാണ്ട് ഇങ്ങനെ നടന്നിട്ട് പോകുന്നത്. മെയിൻ ഉദ്ദേശം ഉണ്ടായത് ഹിബക്ക് ഹനാൻ ഷാനെ കാണണമെന്നുണ്ടായിന്. അവർ അങ്ങ് കണ്ടാൽ ഓക്കെ, കണ്ടില്ല അങ്ങ് പ്രശ്നമില്ല. ആ ഒരിയിലുണ്ടായി. എന്തായെങ്കിലും ഇത്രയെല്ലാം ക്രൗഡിൻ്റെ ഇടയിലും ഇത്രയെല്ലാം റഷിൻ്റെ ഇടയിലും കാണില്ല എന്ന് നല്ല ഉറപ്പുണ്ടായിന്. പിന്നെ ഓളൊരു ഹോപ്പ് വെച്ചിട്ട് ഓക്കെ ഫൈൻ ലെറ്റ്സ് ട്രൈ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഞങ്ങൾ അവിടെ കയറിയിട്ട് നോക്കുമ്പോൾ തന്നെ ഏതോ 2 ആൾക്കാർ പാട്ടാടുന്നുണ്ട്. അതിന് സത്യം പറഞ്ഞെങ്കിൽ ആരും ഇതല്ലോന്ന് അറിയില്ല ഗൈസ്. ശരിക്കും ചെല്ലെങ്കിൽ ഞാൻ യോറെല്ലാം കാണുന്നത് ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ടാകുമ്പോഴാണ്. അപ്പോഴാണ് യോറെല്ലാം പറയുന്നത് എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം നല്ലോണം ഉണ്ടായത് കുറേ സിംഗേഴ്സും തോന്നുന്നു. പിന്നെ ഇല്ലേ, ഞങ്ങൾ വീഡിയോക്കെ എല്ലാം ഓഡിയോ കൊടുത്തിന് ആടുന്ന് തന്നെ. ബട്ട് ആടുന്ന് കൊടുത്ത ഓഡിയോക്കെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ട്. ഇനി അഥവാ ഞാൻ എഡിറ്റ് ആക്കിയിട്ട് പോസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ കോപ്പിറൈറ്റ് വന്നെങ്കിൽ നമുക്ക് ഒരിക്കൽ എഡിറ്റ് ആക്കിയിട്ട് ഡബിൾ പണി അതിലെടുക്കണം. അതിലെടുത്ത് എഡിറ്റാക്കി അതെല്ലാം ക്ലോസ് ആക്കിയിട്ട് ഗൈസ് എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനും ആക്ച്വലി ഇങ്ങനത്തെ ലിസ്റ്റ് എങ്കിലേ. ബട്ട് പബ്ലിക് എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ നിൻ്റെ വീഡിയോസ് കാണലുണ്ട് എന്നാ അതിൻ്റെ ഇത് നോക്കലുണ്ട്. അപ്പം എനിക്ക് ഐ ഫീൽ സോ ഷായ്. ഞാൻ ഭയങ്കര ഷായ് ആവും. ഞാൻ അവരോട് മുണ്ടാനോ എനിക്ക് ഒന്നാമത് എനിക്ക് അവരോട് എങ്ങനെ മുണ്ടേണ്ടതെന്ന് അറിയായിട്ടാ. എന്ത് കഥയല്ലേ, ഞാൻ ആരെങ്കിലും കണ്ടെങ്കിൽ ഞാൻ പാനിക്കാവും. എനിക്ക് എന്താക്കണമെന്നേ അറിയില്ല. എന്നിട്ട് ഞങ്ങൾ കുറച്ച് സമയം എന്നിട്ട് പാട്ട് നോക്കി. ഇവിടെ നോക്കി എന്തെന്ന് പെയിൻ്റ് ആക്കുന്നതാ ഫേസിലേക്ക് പറയുന്നുണ്ട്. അടുക്ക് കയറുന്ന ചിലപ്പോൾ നല്ല ആശയുണ്ടായിരുന്നു ഗൈസ് ഫേസിലേക്ക് പെയിൻറ്റിങ് ആക്കണമെന്ന്. ഫസ്റ്റ് തന്നെ അതിന് പോകാന്ന് വെച്ചാൽ. ബട്ട് അവിടെ കുറേ ആൾക്കാരുണ്ടായി. എന്നുവെച്ചാൽ നമ്മൾ ആടുന്ന് കളിക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് പാട്ട് ഞങ്ങൾ പെയിൻറ്റിങ്ങിനായിരുന്നു അതിൽ സ്റ്റേജിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾക്ക് ആങ്കറിങ് ചെയ്യുന്ന ചേച്ചി കേൾക്കുന്നുണ്ട്. ആർക്കെല്ലാം ഹനാൻ ഷാനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു വെച്ചാൽ ചെല്ലുമ്പോൾ എല്ലാ ആൾക്കാരും കൂക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ അതിൽ അടനെ വെയിറ്റ് ആക്കി. എന്താ പറഞ്ഞെങ്കിൽ ഇനിയും നമ്മൾ ബാക്കിൽ പോയെങ്കിൽ നല്ലോണം റഷ് ആവും ഉറപ്പായി. നമ്മൾ ഫസ്റ്റ് പോയിട്ട് വരുമ്പോൾ ഇത്ര ആൾക്കാരുണ്ടായിട്ട് രണ്ടാമത് പോകുമ്പോൾ നല്ലോണം ആൾക്കാർ വന്ന് നമ്മൾ എന്നിട്ട് പിന്നെ ഇനി ഇടുന്ന് പോകണ്ട ഹനാൻ ഷാനെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ പാട്ടല്ലോ കേട്ടോണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തി. എങ്ങനെയല്ലോ എത്തി ഫ്രണ്ടിലേക്ക് ആയി. ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയക്കുമ്പോൾ ആടെ നജ ഉണ്ടായി. നജാനെ കുറേ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായി. എന്നിട്ട് ഞാനും ഹിബാവും അപ്പിയും പിന്നെ ഓരോ കോളേജ് മേറ്റും തോന്നിയത് ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ട് അവരോട്. എനിക്ക് ഒരു ഫ്രണ്ടിൽ വന്നിട്ട് പാടുന്നേ. പിന്നെ പാട്ടിൻ്റെ ഇടയിൽ അപ്പി പറഞ്ഞ് ഇത് അവൾ പൊക്കെന്നല്ല പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം ആക്കി. ബട്ട് പാട്ടില്ലേ ഇതിൻ്റെ ബാക്കിൽ ഞാൻ മെല്ലായിട്ട് കൊടുക്കാം. എന്താ പറഞ്ഞാൽ വെച്ച് കൊടുത്തിട്ട് എനിക്ക് കോപ്പറേറ്റ് വന്നതാണ്. ബട്ട് ഇതല്ലല്ലോ ഗൈസ് പാട്ട് കേട്ടിട്ട് കേൾക്കുമ്പോഴാണ് ഈ വീഡിയോൻ്റെ പാങ്ങ് വരുന്നത്. എല്ലാവരും ഓരോന്നിച്ച് പാടുന്നുണ്ടായിന്. ഞാൻ മാത്രം എനിക്കും ഇങ്ങനെ മുണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞെങ്കിൽ എനിക്ക് അങ്ങനെ ആക്കുന്നൊന്നും ഇഷ്ടമല്ല. ഞാൻ പോയത് തന്നെ ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദ പരിപാടി. എന്നിട്ട് അടുത്തിൽ നോക്കുമ്പോൾ അടുത്ത പാട്ട് പാടുന്ന ആ പെണ്ണിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അങ്ങനെ ഓരോ വിഷയാക്കില്ല. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Thank you, yes, thank you. Back guys, നജാന്റെ മൂട്ടിൽ ചരിമ്പി. നിലുവിന്റെ മൂട്ടിൽ ബട്ടർഫ്ലൈ.
വളരെ ചൂടാണ്. ഉന്തി ഉന്തി കൊല്ലുകയാണ്. ഫ്രണ്ട് പാണു എനിക്ക് പറഞ്ഞിട്ടാണ് ഗൈസ് ഫ്രണ്ടിൽ പോയത്. ഫ്രണ്ടിലെത്തിയായിട്ട് ദിസ് ഗൈൻ്റെ പാട്ട് വാസ് റിയലി ഗുഡ്. ഞാൻ ഫസ്റ്റ് ടൈം അറിയുന്നതും കാണുന്നതും. ബട്ട് പാട്ട് നല്ല ഉണ്ടായി. ഫ്രണ്ട് പാണു ചെലുത്തില്ല ഗൈസ്. ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ കോലം കണ്ട ഞങ്ങളത് തട്ട് കുത്തിപ്പോയ എൻ്റെ തട്ടും തരുന്നില്ല, മുടിയും തരുന്നില്ല. ആൾക്കാരിങ്ങനെ എനിക്ക് എന്താക്കേണ്ടി അറിയുന്നില്ല. എനിക്ക് മുടിയെല്ലാം മടക്കി കൊത്തി തട്ടോല ചുറ്റിയെങ്കിലേ ഓട്ടോമാറ്റിക് ഊരി പോകുന്നു. എത്ര ഓട്ടം പറഞ്ഞ് ചുറ്റുന്നത് കൈ പൊന്തിക്കാനും കഴിയുന്നില്ല, താത്താനും കഴിയില്ല. ലാസ്റ്റ് ഞാൻ കളിക്കുക കൈ സാവുന്ന പോലെ ആട്ട് നന്നിട്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ റിസൾട്ടും വന്നീന് അതേമാതിരി. ഒരു മനസ്സിലും ഈ സമയത്ത് വരുന്ന നമ്മൾ ടയർഡായി. മസ്കാരെല്ലാം പോയി. ഇത് വന്നിട്ട് നമ്മ കാറ്റ് വന്നിട്ട് ഫേസ് പോയി തട്ടം പോയി. A few moments later. Guys, എന്താണ് സ്പെഷ്യൽ ന്യൂസ് എന്ന് പറഞ്ഞാൽ തല കറങ്ങി വീണു. ഗൈസ് ഞാൻ തല കറങ്ങി വീണ് പോയി. ഫ്രണ്ടിൽ നിന്ന് നമ്മ കാണിച്ചരാ. ഗൈസ് തല കറങ്ങി കാര്യമില്ല. ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ ഇരുന്നിട്ട് ഒരു വീഡിയോ പോലെ പറയാം. എന്താ പറയുക, നമുക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് തേച്ചുമായി അത് പറയാൻ കഴിയുന്നില്ല. ചില സ്ഥലത്ത് വോയിസ് കൊടുക്കേണ്ട വരുന്നത്, ചില സ്ഥലത്ത് കൊടുക്കണമെന്ന് വരുന്നത്. അതിൻ്റെ ഇടയിൽ ഏതോ ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന വീഡിയോ എടുക്കുന്നതായിട്ട് അങ്ങനെ ഞാൻ അതേപാട് പറഞ്ഞതാണ്. ഇതിന് ചെന്നാൽ നാച്ചുറൽ ബ്ലഷ് വന്ന് നമുക്ക് ബ്ലഷ് ഇടേണ്ട ആവശ്യം എന്തുണ്ടായിട്ട് എന്താ പറഞ്ഞെങ്കിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ ഓട്ടോമാറ്റിക് ചൂടെടുത്ത് ബന്ധിച്ച് നമുക്ക് ബ്ലഷെല്ലാം വന്ന് ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് ഇപ്പം നോക്കുമ്പോൾ ഉപ്പ് പാതിലേ ഗ്ലാസ്സിലേ നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മ ഒരു ബോക്സിനുള്ളിൽ ഇരുന്ന് ഗൈസ്. നമ്മ ഒരു സ്റ്റോളിൻ്റെ ഉള്ളിൽ ബാക്കിയായി ഗൈസ്. ഇവിടെ നമ്മ എന്ത് കാണുന്നു? നമുക്കിവിടെ എന്ത് കാണാൻ കഴിയാ? പുള്ളെല്ലാം എന്തൊരു സൈഡായി, ഞാനും ഒരു സൈഡായതാ. ഇതാണ് ഗൈസ് അവസ്ഥ. Okay, wait. Hanan will talk to you. Hanan will talk to you. Hanan. Shoot. ഗൈസ് അറ്റ് ലാസ്റ്റ് ഹനാൻഷ വന്ന്. ബട്ട് ഒന്നും ഞാൻ കണ്ടില്ല ഗൈസ്. ഞാൻ എൻ്റെ ഫ്രണ്ടിലുണ്ടായ ഒരു ചെക്കന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഓൻ്റെ ഫോണിൽ നോക്കിയിട്ടാണ് ഞാൻ അടുത്ത പരിപാടി തന്നെ കണ്ടത്. ഗൈസ് അങ്ങനെ ഹനാൻഷ പഞ്ച് 2 പാട്ടിന് പാടിയും തോന്നുന്നു നമുക്ക്. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ മഴ പെയ്ത് പിന്നെ പരിപാടി സ്റ്റോപ്പാക്കി എന്തെല്ലോ ആയി ഗൈസ്. കുറേ വെടിയെല്ലാം പൊട്ടിയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പരിപാടി സ്റ്റോപ്പാക്കേണ്ടി വന്നു. ആ കഥയെല്ലാം ഞാൻ ശരിയില്ല. ലാസ്റ്റ് ഞാൻ നേരെ പറഞ്ഞു തരാമെന്ന്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നേരെ എൻ്റെ കഥയിലേക്ക് പോവാം. എൻ്റെ കഥ എന്ന് വെച്ചില്ലെങ്കിൽ എബൌട്ട് ഫ്ലീ ആൻഡ് വാട്ട് ആടെ എന്തെല്ലാം ആയി, ഞാൻ ടയേർഡായി വീണത്, അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ. ഓക്കെ ഗായ്സ്, ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് കഥ പറയാനുണ്ടെന്ന്. അതെന്തെന്നില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും അറിയാം കാസർഗോഡത്തെ ഫ്ലീ ഉണ്ടായത് 3 ദിവസമാണ്. 2 കളിച്ചത് 3 ദിവസത്തിൽ 2 ദിവസം ഇവിടെ തന്നെ ഇൻഫ്ലുവൻസസ് വന്നെന്ന് തോന്നുന്നത്. 3rd ഡേ ആണ് ഹനാൻഷ വരുന്നത്.
അപ്പോൾ എല്ലാവർക്കും അറിയാം ഹനാൻഷ വരുന്നത് നല്ല റഷ് ഉണ്ടാവുന്നു. മാത്രം എല്ലാവർക്കും ഫേവറേറ്റ് വെക്കും ഹനാൻഷ. സോ ഹനാൻഷനെ കാണാൻ എന്തായാലും എല്ലാ ആൾക്കാരും വരുമെന്ന് അപ്പുറം ഇപ്പുറം തന്നെ ഓർക്കെല്ലാം അറിയും, ഫ്ലീ വെച്ച് ഓർക്കും അറിയും. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വൺ തിങ്, ഫ്ലീക്ക് ഈ ഒരു ടിക്കറ്റിന് ലിമിറ്റ് വെക്കണം. ഇനി ഒരു ബെച്ചിന് മാത്രം അതിൻ്റെ ഉള്ളിൽ ഒരു എത്ര പറഞ്ഞെങ്കിൽ അങ്ങ് തോന്നുന്നു 3000 4000 ആൾക്കാർക്ക് നിൽക്കാനൊക്കെ സ്പേസേ ഉണ്ടാവും. കൂടിപ്പോയെങ്കിൽ ഐ തിങ്ക് എന്താ പറഞ്ഞെങ്കിൽ അവിടെ കുറേ സ്റ്റോൾസ് ഉണ്ട്. ആ സ്റ്റോൾസിൻ്റെ എല്ലാം ഇടയും പിന്നെ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിട്ടു. സോ അത്രക്കുള്ള ടിക്കറ്റ് മാത്രം ലിമിറ്റ് വെക്കണം അതിന്. പിന്നെ ഒന്നെന്ന് വെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അമ്മയത്തെ കഥ എന്താ അറിഞ്ഞിട്ടാ ഉമ്മക്ക് വിളിച്ചോണ്ടായി പുറത്ത് നല്ല തല്ലുണ്ട് നോക്കണമെന്ന്. എന്തായാലും ഞങ്ങൾക്ക് ഉമ്മ വന്നിട്ടാ, ഞാൻ ഹിബാനൊന്ന് വെച്ച് പോയാലേ ഉമ്മ വിളിച്ചോണ്ടായി നല്ല തിരക്കുണ്ട് നോക്കണമെന്ന്. ഈ ഒരു ടിക്കറ്റിന് ലിമിറ്റ് വെച്ചിട്ട് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് കുറേ ആൾക്കാർ ഉള്ളിൽ കയറാൻ കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ 5 ആൾക്കുള്ള ടിക്കറ്റ് എടുത്തിന്. ബട്ട് 5 ആളിൽ 3 ആൾ കയറിയിട്ടു, 2 ആൾ ബയ്യ വരാൻ വെച്ചിട്ട് മാത്രം ആ 2 ആൾക്കാർ കയറിയിട്ടാണ് ഉള്ളിലേക്ക്. എന്താ ഈ റഷിൻ്റെ ഇടയിൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർ പോലും കയറാണ്ടായി, ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാർ കയറി ഉള്ളിൽ, അങ്ങനത്തെ എന്തെല്ലോ ആയി. പിന്നെ തിക്കെന്ന് പറഞ്ഞെങ്കിൽ നല്ല മതിരി റഷ് ഉണ്ടായിന്. എൻ്റെ കഥ എന്താ പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനത്തെ റഷ്യൻ്റെ അടുത്തേക്കൊന്നും പോക്കില്ല. ബട്ട് ഇത് ആസ്യാന്നായിട്ട് പോയത്, ഫോർ ദ ഫസ്റ്റ് ടൈം നോക്കും ഞാൻ പോയത്. ഞാൻ പോയിട്ട് ഞാൻ വീഡിയോയിൽ ചെയ്യാൻ എനിക്ക് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായി, നല്ല ആസ്യം ഉണ്ടായി. ഹിബാക്ക് കാണുന്നതുകൊണ്ടാണ് എനിക്ക് ഓക്കെ ഫൈൻ ഇവിടെ നിൽക്കാനായിട്ട് ഫ്രണ്ടിൽ തന്നെ നിന്നത് ഞങ്ങൾ. ബട്ട് കുറേ സമയം ഞാൻ കുറ്റം പറയുന്നതല്ല, എല്ലാവർക്കും കാണണമെന്നുണ്ട് ആസ കൊണ്ട് തന്നെ ആണിക്കും. തിക്കെന്ന് പറഞ്ഞെങ്കിൽ നമുക്കിങ്ങനെ കൈ പൊന്തിച്ചിട്ട് ഷോൾ ഇടാനുള്ള സ്പേസ് പോലും ഒരു തരുന്നില്ല. ലാസ്റ്റ് ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഞാൻ ഇപ്പോൾ പോകും കുറച്ച് കഴിഞ്ഞെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അല്ല ഒരു 1.5 അവർ നിന്നിട്ടാകുമ്പോൾ എൻ്റെ കഥ കഴിഞ്ഞിട്ട് ഞാൻ ബോധം കെട്ടിയിട്ട് ഞാൻ അങ്ങനെ വീണത് കൊണ്ടാണ് എനിക്ക് പുറത്തേക്ക് ലൈക്ക് എനിക്ക് കുറച്ച് ഇല്ലാത്തടത്തേക്ക് എത്താണ്ട് സ്പേസ് അങ്ങ് കിട്ടിയത് തന്നെ. ഞാൻ ഇങ്ങനെ തല കറങ്ങി വീഴുന്നതുകൊണ്ടാണ് നമുക്ക് ആൾക്കാർ സൈഡ് തന്നത്. മറ്റേ ചാല് നോ കോംപ്രമൈസ് എങ്ങനെയുള്ളിൽ ഇറങ്ങാൻ കഴിയാം. പിന്നെ അവിടെ സിറ്റിംഗ് സ്പേസ് നമുക്ക് തീരെയില്ല. ഈ സ്റ്റോൾസ് എല്ലാം നടന്ന് കാണാനുള്ളതല്ലേ, നടന്ന് കാണാനും പിന്നെ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാനുള്ള സ്പേസേ ഉള്ളൂ, സിറ്റിംഗ് സ്പേസ് അവൈലബിൾ ഇല്ല. പിന്നെ ഹനാൻഷ വരുന്നതെന്ന് ചെല്ലുന്നത് എത്ര എനിക്കറിയോ 7 o'clock. ഇവിടുത്തെ റഷും ഇതെല്ലാം കാരണം ഹനാൻഷ എത്തിയത് 9:30 ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഗ്രാമേ ക്യാൻസലാക്കാൻ ചെല്ലിയിട്ടുണ്ടായി. പോലീസ് വന്ന് ചെല്ലി പ്രോഗ്രാം നടത്താൻ കഴിയുക, എല്ലാവരും തിരിച്ചു പോകേണ്ടി വരുമെന്ന്. ബട്ട് പ്രോഗ്രാം നടത്തിന് ഗൈസ് ഹനാൻഷയുടെ 2 പാട്ടും ഒന്നിച്ച് വന്ന ആൾക്കാരെ പാട്ടും തോന്നുന്നുണ്ടായത്. തല കറങ്ങിയില്ല. ഞാൻ ബാക്കിൽ വന്നിട്ട് ഞാൻ കാണിച്ചിട്ട് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇരുന്നത് തന്നെ. പിന്നെ ഞാൻ അണിച്ചിട്ട് പോയിട്ടാ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് എൻ്റെ ഇപ്പുറം ഉണ്ടായ ചെക്കന് ഓന് കുറച്ച് നീണ്ടതാണ്ട് ഓന് ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടാവും. ഞാൻ ആ വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ എന്നെ കുറച്ച് കഴിയുമ്പോൾ മഴയും പെയ്ത് പരിപാടി എല്ലാം മതിയായും ചെയ്തു. ഫാസ്റ്റ് കഴിഞ്ഞിനും ചെയ്തിന് പരിപാടി. സോ നെക്സ്റ്റ് ടൈം ഐ തിങ്ക് സോ ഈ വീഡിയോ മേ ബി കാണുവാന്താരെങ്കിൽ മേ ബി ലൈക്ക് ഇത് നടത്തി ആരും കാണില്ലാന്ന് കാണുമെങ്കിൽ ഞാൻ ചെല്ലുന്നത് കുറച്ച് ലിമിറ്റ് വെക്കണം. ഇനി ഇത്രക്ക് മാത്രമേ ഉള്ളിൽ കയറാൻ കഴിയുമെന്ന്. പിന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇതാക്കണം. ഇനി കുറച്ച് സെക്യൂരിറ്റിയും ഇതെല്ലാം പുറത്ത് കുറച്ച് സ്ട്രോങ് വേണം. ഇനി പിന്നെ പുറത്തത്തെ കഥ ലൈക്ക് ഞാൻ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഞാൻ നോക്കിയിട്ടില്ല. കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഇൻസ്റ്റയിൽ സ്ക്രോൾ ആക്കുമ്പോൾ കാണലാണ്ട് ഇൻസ്റ്റ തുറന്നെങ്കിൽ ഫുൾ ഓഫ് ഇത് തന്നെ ഹനാൻഷ വന്ന് തല്ലായി കുറേ ആൾ ഹോസ്പിറ്റൽ. ഞാനവിടെ ബോധം കെട്ട് വീണിട്ടാകുമ്പോൾ തന്നെ അടുത്ത ഹോസ്പിറ്റലിലെ ഡോക്ടർ മനസ്സിലായി ലൈക്ക് 10 to 12% ഓൾറെഡി ഇപ്പോൾ അവിടെ എമർജൻസി വാർഡിൽ കിടന്നിട്ടുണ്ട്. ഇവിടുത്തെ റഷ് ഇതെല്ലാം കാരണമെന്ന് എല്ലാവരും ഹനാൻഷാനെ കാണാനുണ്ട് ആസ കൊണ്ട് വന്നത്. മാത്രം എന്താക്കാൻ സിറ്റുവേഷൻ ഇങ്ങനെയായി എല്ലാം ഇതായി. പിന്നെ ഇങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോൾ അതല്ല ഞാൻ ചില ടിക്കറ്റ് ലിമിറ്റ് വെക്കണം. ഇനി അല്ലെങ്കിൽ നല്ല ഓപ്പൺ സ്പേസിൽ വേണം ഇനി ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഐ മീൻ ഈ സ്റ്റോൾസ് എല്ലാം ക്യാൻസലാക്കിയിട്ട് ഉള്ള സ്പീഷ്യസ് ആയിട്ടുള്ള സ്പേസിൽ വേണം അതിന് വെക്കാൻ. അപ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ എൻ്റർ ആവാനും കാണാനും ഉള്ള ഇത് കിട്ടി. അതെല്ലാം ഒരു പോയിന്റ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് നമുക്കറിയില്ല. ഇതൊക്കെയായിരുന്നു അടുത്ത കഥ. ഞാൻ തലകറങ്ങി വീണ്. പിന്നെ എന്നിട്ട് ഹനാൻഷനെ കണ്ടുമില്ല ഗൈസ്, ദൂരത്തുനിന്ന് കണ്ടല്ലാണ്ട്. ഹിബാക്ക് കാണണമെന്ന് ആസ്തിന് അതിന് മാത്രം ഞാൻ വീണിട്ടാകുമ്പോൾ ഹിബാൻ്റെ ഒക്കെ വന്നിട്ട് ഹിബാവും ബാക്കിലെത്തി. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ല.
നമ്മൾ ആടെ നിന്നിട്ട് കാണുന്നല്ലാണ്ട് കുറേ ആൾക്കാർക്ക് ടയേർഡായി. എന്തേ പറഞ്ഞെങ്കിൽ 7 o'clock പേരുന്ന് വെച്ചാൽ ഹനാൻ ഷാ എത്താൻ 9:30 ആയി. സിറ്റിംഗ് സ്പേസ് ഇല്ല, നിന്നിട്ട് നോക്കണം ഇങ്ങനെയെല്ലാമായിട്ട്. എൻ്റെ ഉമ്മ വന്നിട്ടാ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഉമ്മക്ക് ഈ ക്രൗഡിൽ പോകുന്ന തീരെ ഇപ്പം 5 minutes ആയി നമുക്ക് കട്ടാക്കിയിട്ട് ഒന്നുകൂടി എടുക്കാം. അഞ്ചുമ്മ വന്നിട്ടേ ഗൈസ് ക്രൗഡിലേക്ക്. എന്താ പറഞ്ഞെങ്കിൽ അഞ്ചുമ്മ ഇങ്ങനെ തേർഡ്ക്ക് പോയില്ല. ഈവൻ ഉറൂസിന് പോലും എൻ്റെ ഉമ്മ പോക്കില്ല. എന്താ അടുത്തേക്കുണ്ടാവും കയ്യല നമുക്ക് നിന്നിട്ടാകുമ്പോൾ ഓക്കെ ഫീലായില്ല എന്നല്ല പറഞ്ഞിട്ട് ഞാനിത് അങ്ക് കാണണമെന്നുണ്ട് ഒരു ലൈക്ക് പരിപാടി എങ്ങനെ നോക്കാലോ പറഞ്ഞിട്ട് പോയതാണ്. ബട്ട് ഞാനും വീണു. ഞാൻ വീണിച്ചു എന്താ ഇത്ര ഇതെല്ലാം കാണുമ്പോൾ അങ്കും അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു ഗൈസ്. സോ ഞാനും വീണു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ഗൈസ് ഇതൊക്കെ ആയിരുന്നു. ഐ ഹാവ് ടു സേ ലാസ്റ്റ് വൺസ് മോർ ഞാൻ ഹൈലൈറ്റ് ആക്കി പറയാം. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറ്റം പറയുന്നല്ല, സ്റ്റിൽ ഞാൻ പറയാം എല്ലാവർക്കും ബേജാറുണ്ട്. ടിക്കറ്റ് എടുത്ത ആൾക്ക് കയറാൻ കഴിയാത്ത ബേജാറ്, ടിക്കറ്റ് എടുത്ത് കയറി ഉള്ളിലുള്ള ആൾക്കാർക്ക് ഹനാൻ ഷാനെ കാണാൻ കഴിയാത്ത ബേജാറ്. ഹനാൻ ഷാനെ കാണാൻ കഴിയാത്തതെന്ന് പറഞ്ഞത് അത്രയെല്ലാം ആൾക്കാരവിടെ ഗ്യാദർ ആകുമ്പോൾ അവിടെ ഒരിക്കലും കാണാൻ കഴിയുക. ഇപ്പം ഞാൻ പോയ എനിക്ക് തന്നെ എല്ലാവരും അത് വെച്ചിട്ട് തന്നെ എനിക്ക് കുറേ കുഞ്ഞു കരുതുന്നുണ്ടായി ഹനാൻ ഷാനെ കാണണോ എന്ന് വെച്ചിട്ട്. സോ ഗൈസ് ഭാഗ്യമില്ല. പിന്നെ ഒന്ന് എന്ത് പറഞ്ഞെങ്കിൽ ഹനാൻ ഷാ വന്നിട്ട് പാടും മഞ്ഞില്ലേ കുറച്ച് മഴയും പെയ്ത് ജസ്റ്റ് അത് ആ പരിപാടി ക്യാൻസൽ ആവാനുണ്ട് മഴയെന്ന് തോന്നുന്നു. ജസ്റ്റ് മഴ പാറ്റിയിട്ട് അപ്പോൾ തന്നെ പരിപാടി കഴിഞ്ഞാൽ ആറ് പോയിക്കോന്നു. ഞങ്ങൾ പുറത്ത് കഴിഞ്ഞാൽ ഒരു ഡൽഹി കൂടി പുറത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഫുള്ള് തല്ലും ഇതെല്ലായിട്ട് ഞങ്ങൾ പാഞ്ഞത് ആയിരുന്നു എന്തോ ആയിപ്പോണ്ടായിരുന്നിട്ട്. സോ ഗൈസ് ഇതൊക്കെ ആയിരുന്നു അബൌട്ട് ഫ്ലീ എനിക്ക് പറയാനുള്ളത്. ദ പ്രോഗ്രാം വാസ് റിയലി ഗുഡ് ഐ തിങ്ക് സോ. ബാക്കിയുള്ള 2 days വെച്ചിട്ട് വലിയ എന്തുണ്ടായിട്ടാന്ന് തോന്നുന്നു. ഞാൻ പോയിട്ടാ ഞാൻ റീൽസിലെല്ലാം ഇങ്ങനെ കണ്ടു വെച്ചിട്ട് ചെല്ലാം. ദ പരിപാടി വാസ് റിയലി ഗുഡ് എന്ന് തോന്നുന്നു എനിക്ക്. ബട്ട് ഒന്നിലാം കുറച്ചും കൂടി ഡേയ്സ് കൂടുതലാക്കണം. ഇനി കൂടുതലാക്കണമല്ല, മേ ബി സൺഡേ എല്ലാവരും പോയത് ഹനാൻ ഷാനെ കാണാനുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് അത്രയുള്ള ആൾക്കാരായത്. ബട്ട് പരിപാടി ഒരു ബേജാർ എൻഡിങ്ങിലായിപ്പോയി. ഹനാൻ ഷാക്ക് പാടാനും കഴിഞ്ഞില്ല. പിന്നെ ഹനാൻ ഷാനെ നോക്കാൻ ബരാഞ്ചിലേക്ക് ഹനാൻ ഷാനെ കാണാനും കഴിഞ്ഞില്ല. എല്ലാം മൊത്തത്തിലൊരു ഡിസ്കാസ്റ്റിംഗ് ആയിപ്പോയി. അപ്പോൾ ഓക്കെ ഗൈസ് പിന്നൊന്ന് എന്ത് ചെല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് വെച്ചോരും ചെല്ലാൻ കഴിയുക, പോയോരും ചെല്ലാൻ കഴിയുക, എന്ത് ചെല്ലാൻ കഴിയുക. എന്താണെങ്കിൽ വെച്ചോർക്കൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും വരണോ, എല്ലാവർക്കും നേരെ പരിപാടി എൻജോയ് ആക്കാൻ കഴിയണോ. എന്ത് പറഞ്ഞെങ്കിൽ ആടേൻ്റെ കോർഡിനേറ്റേഴ്സ് എല്ലാവരും പറയുന്നത് എല്ലാവരും ദൂരെ നിൽക്ക്, നേരെ നിൽക്ക്, ഞങ്ങൾക്ക് നിങ്ങളെ സേഫ്റ്റിയാണ് ബെൽറ്റ്. ബട്ട് ആൾക്കാരത് കേൾക്കണമെന്നില്ലല്ലോ ഗൈസ്. നിങ്ങളെ ഇത് നോക്ക്, നിങ്ങൾ നേരെ നിൽക്ക്. പിന്നെ കുറേ പുള്ള മിസ്സാകുന്നുണ്ടായിന്. സസാൻ സ്റ്റേഷനും ഞാൻ കൂട്ടിയില്ല. എന്തായിരുന്നെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യില്ല. അന്നെ കൊണ്ട് നോക്കാൻ കഴിയുക. അന്നെ ഞാൻ നോക്കുന്ന എന്തോ ഭാഗ്യവരണം. അതിൻ്റെ ഇടയിൽ ഓരോ നോക്കാൻ എന്നെ കൊണ്ട് കഴിയുക. എൻ്റെ കേൾക്കണം ഒരു വന്നിട്ട് മാത്രം ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ഒരു ഉള്ളിൽ കയറിയിട്ടാണ്. ഇങ്ങനെ പുള്ള വന്നിട്ട് കുറേ ആൾക്കാർ ഉമ്മാനെ കാണാണ്ടായിട്ട് അവിടെ വിളിച്ച് ചെല്ലിക്കൊണ്ടായി. ഇന്ന കുട്ടിയുടെ വന്നിട്ടുണ്ട്, ഓരോ പാരൻസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വാ, അങ്ങനെ ചെല്ലിക്കൊണ്ടായി. പരിപാടി വെച്ചവർക്ക് പരിപാടി നേരാണെന്നുണ്ടായി, പോയവർക്ക് കാണണമെന്നുണ്ടായി. എല്ലാവരും ഉദ്ദേശവും നല്ല തന്നെ ഉണ്ടായി. മാത്രം എന്തും നടന്നിട്ടാണെന്നാണ് സത്യാവസ്ഥ. മിസ്അണ്ടർസ്റ്റാൻഡിങ് or don't take it as bad also. ഇതൊക്കെ ആയിരുന്നു. ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ഫ്ലീ. ഇഫ് ഞാൻ പറഞ്ഞത് മേ ബി കുറച്ചാൾക്ക് ഓക്കെ ആവും, കുറച്ചാൾക്ക് എന്തുകൊണ്ടെങ്കിൽ അന്നെ പൊട്ടിട്ടിട്ട് ഇനി ആരും എന്ത് പറയണ്ട. ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ. മേ ബി ഈ വീഡിയോ ആരും കണ്ടിട്ട് പറയണം നീ നിരപ്പിനകത്തേക്ക് പോയെന്നാലോ. അങ്കു ആസ ഉണ്ടായി ആ ക്രൗഡിലേക്ക് പോകണമെന്നല്ല, ലൈക്ക് അങ്ക് കാണണമെന്നുണ്ടായി പരിപാടിയിൽ. എങ്ങനെ ഹനാൻ ഷാനെ കാണാൻ കഴിയും, ഓക്കെ ഫൈൻ കാണാം, അല്ലെങ്കിൽ ഓക്കെ ഫൈൻ പോട്ടുകയാണ്. അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പോയത്. ഓക്കെ ഗൈസ് ഇതൊക്കെ ആയിരുന്നു വാട്ട് ഐ ഹാവ് ടു സേ അബൌട്ട് ഫ്ലീ. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് യു എൻജോയ്ഡ് മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ.